Hello everyone, welcome to Learning Room. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെക്റ്റർ കാൽക്കുലസ്. ഫസ്റ്റ് ടോപ്പിക് ആണ് കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻസ്. വെക്റ്റർ കാൽക്കുലസ് എങ്ങനെയാണ് ചെയ്യുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. If for each value of a scalar variable t, there corresponds to a value of a vector r, then r is called a vector function of t. അപ്പോൾ നമുക്കറിയാം ഈ സ്കേലാർ ആൻഡ് വെക്റ്റർ എന്ന് പറയുന്നത് എന്താ ബേസിക് ഡിഫറൻസ് എന്താ? വേരിയബിൾസ് എന്ന് പറയുന്നത് ക്യാൻ ബി സ്കേലാർ ഓർ വെക്റ്റർ. സ്കേലാർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്റ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ ടി എന്ന് പറയുന്ന സ്കേലാർ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ ആണ് ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ആർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ആർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി, അതായത് എഫ് ഓഫ് ടി. അപ്പൊ ആർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ഇറ്റ് വിൽ ബി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ, ആർ ഓഫ് ടി ഇസ് ഓൾസോ ഡിനോട്ടഡ് ബൈ, ആർ ഓഫ് ടിനെ നമ്മൾ വേറെ രീതിയിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി, അതിന്റെ കമ്പോണൻസിന്റെ ബേസിസിലും ഡിനോട്ട് ചെയ്യാറുണ്ട്. Next one, where x of t, y of t, z of t are the components of r of t in a three-dimensional space. Three-dimensional space x, y, z coordinates ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ആ കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആർ ഓഫ് ടീനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ ക്യാപ് പ്ലസ് വൈ ഓഫ് ടി ജെ ക്യാപ് പ്ലസ് സെഡ് ഓഫ് ടി കെ ക്യാപ്, വേർ ഐ ക്യാപ് ജെ ക്യാപ് ആൻഡ് കെ ക്യാപ്. ഐ ജെ കെ എന്ന് പറയുന്നത് എന്താണ്? യൂണിക് വെക്ടേഴ്സ് ആണ്. എക്സ് വൈ സെഡ്, അതായത് ത്രീ ഡയമെൻഷണൽ സ്പേസിലെ യൂണിക് വെക്ടേഴ്സ് ആണ് ഐ ജെ കെ. നെക്സ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ. നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു. ആ ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ ഫംഗ്ഷന് ഡെറിവേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെറ്റ് ആർ ബി എ വെക്ടർ ഫംഗ്ഷൻ ഓഫ് ടി, ദെൻ ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് ടി, അതിന്റെ കമ്പോണൻസിന്റെ ബേസിസിൽ റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്യാം? ആറിന് നമ്മൾ ഓൾറെഡി എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് ടി എന്ന് സെഡ് കെ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡി ആർ ബൈ ഡി ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഡി ബൈ ഡി ടി ഓഫ് ഡി ബൈ ഡി ടിനെ എല്ലായിടത്തും എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് വൈ ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സെഡ് കെ. അപ്പൊ എക്സ് വൈ സെഡ് ഓരോ കമ്പോണൻസ് ഏതാണ് അതിന് സെപ്പറേറ്റ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഫൈനലി ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ. ഓരോ കമ്പോണൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. ഐ ജെ കെ ഓൾറെഡി യൂണിക് വെക്ടേഴ്സ് ആണ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റന്റ് യൂണിക് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? 1 ആണ്. ഓക്കെ, therefore to differentiate a vector, differentiate its components. Just note here, if r of t is a constant vector, then its derivative is null vector. നമുക്കറിയാം ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. അപ്പൊ r of t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, r of t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെക്ടർ ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? നൾ വെക്ടർ ആയിരിക്കും. കാരണം എന്താ? ഐ ജെ കെ എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സഡ് യൂണിക് വെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫിക്സഡ് യൂണിക് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് 0, മാഗ്നിറ്റ്യൂഡ് 1 ആണ്, യൂണിക് വെക്ടേഴ്സ് അല്ലേ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മളൊരു കോൺസ്റ്റന്റ് ആണ് ആർ ഓഫ് ടി എങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടാൽ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 0 ആയിരിക്കും വാല്യൂ കിട്ടുക. നെക്സ്റ്റ് വൺ, ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർ ഓഫ് ടി. ആർ ഓഫ് ടിനെ നമ്മൾ എങ്ങനെയാണ് ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുക? അപ്പൊ നമ്മൾ ജസ്റ്റ് ഗ്രാഫിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോട്ട് ചെയ്യാം. ഇവിടെ ഇറ്റ് ഇസ് ദി പാരാമെട്രിക് കർവ്. ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരാമെട്രിക് കർവ് ആണ്. ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ദ ടെർമിനൽ പോയിന്റ്സ് ഓഫ് ആർ ഓഫ് ടി. ഈ ടെർമിനൽ പോയിന്റ്സ് എന്താ? നമ്മൾ ബേസിക്കലി ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ആ എൻഡ് പോയിന്റ്സ്, അതായത് ഇപ്പൊ എ ടു ബി എന്ന് പറയുന്ന ഒരു ഇന്റർവൽ ഉണ്ടെങ്കിൽ, അതായത് എ കോമ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവൽ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആർ ഓഫ് എ എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ കിട്ടും, പിന്നെ ആർ ഓഫ് ബി എന്ന് പറയുന്നത് വേറൊരു വാല്യൂ കിട്ടും. അപ്പൊ എ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ബി എന്ന് പറയുന്നത് എൻഡ് പോയിന്റ്. അപ്പൊ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് എ ആണ്, ഈ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അപ്പൊ ടെർമിനൽ പോയിന്റ്സിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന പാരാമെട്രിക് കർവ് ആണ് എന്ത്? ആർ ഓഫ് ടി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആർ ഓഫ് ടിനെ നമുക്ക് ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
പാരാമെട്രിക് കർവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ കർവ്സ് ഹാവിംഗ് എ ഡയറക്ഷൻ. അപ്പൊ ആ കർവ്സിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ ഏതിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്? ഇറ്റ് ഈസ് ബീങ് along the increasing parameter t. അപ്പൊ t എന്ന് പറയുന്ന പാരാമീറ്റർ ഏത് ഡയറക്ഷനിലേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ആ ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ പാരാമെട്രിക് കർവിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഗ്രാഫ് ശ്രദ്ധിക്കുക. 2 ഡയമെൻഷണൽ ഇവിടെ കാണിച്ചിരിക്കുന്ന xy എന്ന് പറയുന്ന പ്ലെയിനില് r of t എന്ന് പറയുന്ന വെക്റ്റർ ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. r of t എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ ആണ്. മാഗ്നിറ്റ്യൂഡിന് ഡയറക്ഷൻ ഉണ്ട്. r of t യുടെ ടെർമിനൽ പോയിന്റ്സ് നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് കിട്ടും. ടെർമിനൽ പോയിന്റ്സ് വെച്ചിട്ട് ഒരു കർവ് കിട്ടും, പാരാമെട്രിക് കർവ്. ഇങ്ങനെയാണ് ഗ്രാഫിക്കലി നമ്മൾ ഒരു വെക്റ്റർ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാം. നോട്ട് ചെയ്യാം, വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസ് ആർ എ ബേസിക് ടൂൾ. ഈ വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസ് നമ്മൾ ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദേ ആർ എ ബേസിക് ടൂൾ ഫോർ അനലൈസിംഗ് ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് അലോങ് കർവ്ഡ് പാത്സ്. ഇപ്പൊ നമ്മളൊരു ഗ്രാഫിൽ ഒരു കർവ്ഡ് പാത്ത് കണ്ടു. ആ കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ നമുക്ക് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനെ ഓരോ പാരാമീറ്റേഴ്സും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, മൂവ്മെന്റ്സ് എല്ലാം ബേസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസ് ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയണ, ജസ്റ്റ് ഇപ്പൊ 2 ഡയമെൻഷനിൽ പറയണെങ്കിൽ ഒരു മൂവിംഗ് കാർ. ഇപ്പൊ മൂവിംഗ് കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസിനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഫ്ലൈയിങ് ബേർഡ്. ഫ്ലൈയിങ് ബേർഡ് ആകുമ്പോൾ നമുക്ക് 3 ഡയമെൻഷണൽ 3D സ്പേസ് എടുക്കുമ്പോൾ XYZ കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസ് ഒരു ടൂൾ ആയിട്ട് യൂസ് ചെയ്തിട്ട്. അടുത്തത് റേഡിയസ് വെക്റ്റർ ഓർ പൊസിഷൻ വെക്റ്റർ. ഇനി ഓരോ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മളിപ്പോ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെല്ലാം പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് റേഡിയസ് വെക്റ്റർ ഓർ പൊസിഷൻ വെക്റ്റർ. ലെറ്റ് ദ കർവ് സി ബി ദ ഗ്രാഫ്. ഇപ്പൊ നമ്മൾ നേരത്തെ പ്രീവിയസ് ഗ്രാഫിൽ കണ്ടില്ലേ r of t എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടെർമിനൽ പോയിന്റ്സ് വെച്ച് കിട്ടുന്ന പാരാമെട്രിക് കർവ് അത് c ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ലെറ്റ് ദ കർവ് സി ബി ദ ഗ്രാഫ് ഓഫ് r of t is equal to x of t I plus y of t j plus z of t k. അപ്പൊ XYZ നമുക്കറിയാം 3 ഡയമെൻഷണൽ സ്പേസിൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ആണ് ആറിന്റെ, അല്ലെ? r of t നെ നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. c എന്ന് പറയുന്നത് ആ ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ the vector r of t with its initial point at the origin, ശ്രദ്ധിക്കുക, at terminal point on c is called radius or position vector. അപ്പൊ ഒരു റേഡിയസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ r of t എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ വിത്ത് ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ് അറ്റ് ദ ഒറിജിൻ. ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് t എന്ന് പറയുന്നത് 0 ആണ്. t ക്കുള്ള 0 സ്റ്റാർട്ടിങ് ഇനീഷ്യൽ പോയിന്റ്. ഇനി ടെർമിനൽ പോയിന്റ് ഓൺ c, ആ കർവിൽ കിട്ടുന്ന പോയിന്റ് c. ഓക്കെ, നേരത്തെ പ്രീവിയസ് ഗ്രാഫിൽ കാണിച്ചില്ലേ, ആ ഗ്രാഫില് നമ്മുടെ r of t മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതാണ് c. അപ്പോ r of t യുടെ ഇനീഷ്യൽ പോയിന്റ് 0, ടെർമിനൽ പോയിന്റ് c. ആ ഒരു നമുക്ക് ആ ഫംഗ്ഷന് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു വെക്ടറിനെയാണ് പറയുന്നത് റേഡിയസ് ഓർ പൊസിഷൻ വെക്ടർ. അപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ എക്സാമ്പിൾസ്. ഇന്ന് ബേസിക് ജസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞുതരാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ ബേസ് ചെയ്തിട്ട്. The graph of r of t is equal to cos t I plus sin t j, where 0 less than or equal to t less than or equal to 2 pi. Intervals എല്ലാം നന്നായി ശ്രദ്ധിക്കണം. Represents the circle in anti-clockwise direction. Okay, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. r of t എന്ന് പറയുന്നത് എന്താ? cos t I plus sin t j. k കമ്പോണന്റ് ഇല്ല. അപ്പൊ I and j കമ്പോണൻസ് ആണുള്ളത്, cos t യും sin t. x and y തന്നിട്ടുണ്ട്. x equal to cos t, y equal to sin t. z equal to 0 ആണ്, z കമ്പോണന്റ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർവൽ, ടൈം ഇന്റർവൽ എങ്ങനെ തന്നിരിക്കുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi. 0 to 2pi ആണ് ഇന്റർവൽ. റെപ്രസെന്റ്സ് ദ സർക്കിൾ ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാഫിൽ നമുക്ക് t equal to 0 ഒറിജിൻ. ഇനി എപ്പോഴും t equal to 0 നമുക്കറിയാം. ആംഗിൾ ബേസിസിൽ നമ്മൾ എങ്ങനെയാ? ഫസ്റ്റ് ആക്സസ് ആണെങ്കിൽ 0, t equal to 0. പിന്നെ പ്ലസ് 90 ചെയ്ത് കഴിഞ്ഞാൽ 90, അഗെയിൻ പ്ലസ് 90 ചെയ്താൽ 180, നെക്സ്റ്റ് പ്ലസ് 180 പ്ലസ് 90 ചെയ്താൽ 270, പ്ലസ് 90 ചെയ്താൽ 360. ഇങ്ങനെ സർക്കിൾ ആയിട്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് ബേസിക് ആ 4 വാല്യൂസ് ശ്രദ്ധിക്കുക. 0, 90, 180 ആൻഡ് 270. അതായത് 0, pi/2, pi, 3pi/2. പിന്നെ അഗെയിൻ തിരിച്ച് 0ന്റെ അവിടെ എത്തുമ്പോൾ എന്താവും? 2pi. അപ്പൊ ഈ ഒരു സർക്കുലർ ഫോം ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമുക്കറിയാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് x of t, ആദ്യം നമുക്ക്
തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ടി ആൻഡ് വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി. ഇനി നമുക്ക് അതിന്റെ ടി ഈക്വൽ ടു 0, അതായത് 0 to 2πയില് ചില ഇന്റർവെൽസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കിട്ടുന്ന എക്സ് വൈ കോർഡിനേറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്താ കിട്ടുക? കോസ് 0. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് വൺ y ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 എന്തായി? 0 ആണ്. അപ്പോൾ 1, 0. ഇതാണ് ഫസ്റ്റ് കോർഡിനേറ്റ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, അതായത് ഇത് ടി ഈക്വൽ ടു 0 കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ ടി ഈക്വൽ ടു 5/2, അതായത് ടി 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വൈ എന്താ കിട്ടുക? കോസ് 90 നമുക്കറിയാം 0 ആണ് ആൻഡ് സൈൻ 90 1 ആണ്. അപ്പോൾ ഈ പോയിന്റ് കിട്ടും, സെക്കൻഡ് പോയിന്റ് കിട്ടും. എഗെയിൻ അപ്പൊ എവിടുന്നാണ് ഡയറക്ഷൻ ശ്രദ്ധിക്കുക? എക്സ് ടു വൈ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ടി ഈക്വൽ ടു പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കോസ് പൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ? കോസ് എൻ പൈ എന്താ? -1 റേസ് ടു എൻ ആണ് അല്ലെ? കോസ് എൻ പൈ എന്ന് പറയുന്നത് -1 റേസ് ടു എൻ ആണ്. അപ്പൊ കോസ് പൈ എന്തായിരിക്കും? -1 റേസ് ടു 1 -1 ആൻഡ് സൈൻ എൻ പൈ നമുക്കറിയാം 0 ആണ്. അപ്പൊ -1 0 കിട്ടി. അപ്പൊ ഇവിടെ തേർഡ് പോയിന്റ് കിട്ടും. ഇനി ലാസ്റ്റ് വൺ ടി ഈക്വൽ ടു 3π/2 270 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കിട്ടുന്ന വാല്യൂസ് അഗെയിൻ സെയിം ഈ കോസിന്റെയും സൈനിന്റെയും വാല്യൂസ് ആണ്. അപ്പൊ കോസ് 270 ഇതേപോലെ 0, സൈൻ 270 -1. ഓക്കെ, കോസിന്റെ സൈനിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ 4 സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും അല്ലെ? അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഗ്രാഫ് എന്താ? നോർമലി എന്താണ് നമുക്ക് റെപ്രസെന്റേഷൻ കിട്ടിയിരിക്കുന്നത്? ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള സർക്കിൾ ആണ്. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമുക്ക് എക്സ് വൈ കോർഡിനേറ്റ്സ് കറക്റ്റ് ആയിട്ട് കമ്പോണൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിൽ ടിന്റെ ഇന്റർവെൽ ചെക്ക് ചെയ്യുക, അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു 3-4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഗ്രാഫ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് വൺ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഗ്രാഫ് ഓഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് 2k. ഇവിടെ എക്സ് വൈ സെഡ് കമ്പോണൻസ് ഉണ്ട്. എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് കോസ് ടി ആണ്, y കമ്പോണന്റ് എന്ന് പറയുന്നത് സൈൻ ടി ആൻഡ് z കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് 2. വെൻ ടി ഈക്വൽസ്, അപ്പൊ നമ്മൾ ജസ്റ്റ് വാല്യൂസ് ജസ്റ്റ് ഗ്രാഫ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് എന്താ കിട്ടുക നമുക്ക്? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ് ആൻഡ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ടി എന്ന് പറയുന്നത് പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ടിക്ക് എന്ത് വാല്യൂ കൊടുത്താലും ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പൊ 1 0 ഫസ്റ്റ് സെറ്റ് കിട്ടി. സെക്കൻഡ് വൺ ടി ഈക്വൽ ടു 5/2 കൊടുത്തു നോക്കുക. അപ്പൊ എക്സ് വൈ സെഡ് എന്താ കിട്ടുക? കോസ് 5/2 കോസ് 90 0 സൈൻ 91 2 അഗെയിൻ സെയിം വാല്യൂ തന്നെ. അപ്പൊ നമുക്കറിയാം 2 എന്ന് പറയുന്ന ഈ വാല്യൂ, ഓക്കെ, അതിന്റെ അബവ് 2 എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, രണ്ടിലും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് z എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. അപ്പൊ z ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂല് നമുക്ക് ഒരു സർക്കുലർ റീജിയൻ ഇതേപോലെ കിട്ടും, ഗ്രാഫ് കിട്ടും. അപ്പൊ അവിടെ 1 0 to 0 1 2 എന്ന് പറയുന്ന കോർഡിനേറ്റ്സിനാണ് നമുക്കിത് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, ദ ഗ്രാഫ് ഓഫ് ആർ ഓഫ് ടി is equal to 1 minus ti plus 3tj plus 2t where 0 less than or equal to t less than or equal to 1. ഇപ്പൊ ഇന്റർവെൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്റർവെലിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കോമൺ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ സൈൻ ആൻഡ് കോസ് ആകുമ്പോൾ നമുക്കറിയാം ആംഗിളിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് corresponding points കണ്ടുപിടിക്കാം. Where 0 less than or equal to t less than or equal to 1 represents a line segment in 3 space. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ആർ ഓഫ് ടി എന്താണ്? 1 minus ti plus 3tj plus 2t. അപ്പൊ എക്സ് വൈ സെഡ് കറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് പറയുന്നത് 1 minus t, y എന്ന് പറയുന്നത് 3t ആൻഡ് z എന്ന് പറയുന്നത് 2t ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടി ഈക്വൽ ടു, ഇവിടെ ഇന്റർവെൽ എന്താ തന്നിരിക്കുന്നത്? 0 ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആർ ഓഫ് ടി എന്താ കിട്ടുക? ടി ഈക്വൽ ടു 0 ഫസ്റ്റ് എക്സില് ടിക്ക് 0 കൊടുത്താൽ 1 minus 0 എന്താ? 1 i, അതായത് i തന്നെ. പിന്നെ ബാക്കി എല്ലാത്തിലും 3t എന്ന് പറഞ്ഞാൽ ടി 0 കൊടുത്താൽ 0 ആയി പോകും, ടിയിൽ 0 കൊടുത്ത് ടി ഈക്വൽ ടു 0 കൊടുത്താൽ അത് ക്യാൻസൽ ആയി പോകും. നമുക്ക് ആ കൂടി കിട്ടുന്ന കോർഡിനേറ്റ് എന്താ? i എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം കിട്ടും. അതായത് i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക എക്സ് വൈ സെഡ് ടേംസിൽ. എക്സിന്റെ കമ്പോണന്റ് മാത്രം ഉണ്ട്, അതും 1 ആണ്. ഇവിടെ
കോഎഫിഷ്യന്റ് 1 അല്ലേ ഐയുടെ. അപ്പൊ 1, ബാക്കി രണ്ടും 0 ആണ്. അഗൈൻ ഇതേപോലെ ടി ഈക്വൽ ടു 1. അപ്പൊ 2 പോയിന്റ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ടി ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ലൈൻ സെഗ്മെന്റ് ആയതുകൊണ്ട് 2 പോയിന്റ്സ് കിട്ടിയാൽ മതി. ആർ ഓഫ് ടി അപ്പൊ എന്താ, ഇങ്ങനെ 3j + 2k ഇതേപോലെ ടി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സിൽ ടി ഈക്വൽ ടു 1 കൊടുത്താൽ 1 മൈനസ് ടി എന്തായി ക്യാൻസൽ ആയി പോകും, 0. നെക്സ്റ്റ് വൺ 3 × 1, 3t 3 × 1 3, അപ്പൊ 3j കിട്ടി. ആൻഡ് 2t t ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 കിട്ടി, 2k. അപ്പൊ 3j + 2k അതെങ്ങനെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, xyz ആയിട്ടാണ്. 0 x ഇല്ല, കമ്പോണന്റ് ഇല്ല, 0 3 2. അപ്പൊ നമുക്ക് ഇവിടെ 2 പോയിന്റ്സ് കിട്ടും. ഇവിടെ എക്സ് അതായത് 0 3 2ലും 1 0 0ലും 2 പോയിന്റ്സ് കിട്ടി. നമുക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കിട്ടുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഡൊമെയിൻ ഓഫ് എ വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നതാണ്, ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്. ഇഫ് ആർ ഓഫ് ടി ഇസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് കമ്പോണന്റ് ഫംഗ്ഷൻസ്, then the natural domain of R of t is the intersection of the natural domain of component functions. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്കറിയാം xi + yj + zk നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ കമ്പോണൻസിന്റെ ബേസിസിലാണ്. അപ്പൊ ഈ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കമ്പോണൻസിന്റെ ഡൊമെയിൻ എന്താണോ ആ ഡൊമെയിൻ, ആ എല്ലാ ഡൊമെയിൻസിന്റെ ഇന്റർസെക്ഷൻ, അതായത് കോമൺ ആയിട്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന റേഞ്ച് അല്ലേ, റേഞ്ച് ഓഫ് ഇന്റർ, അതാണ് നമുക്ക് ഡൊമെയിൻ ഓഫ് ആ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾസ് ശ്രദ്ധിക്കാം. ഇപ്പൊ ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു sin 2t i - 4tj ആൻഡ് ദ വാല്യൂ ഓഫ് ആർ ഓഫ് പൈ. അപ്പൊ നമുക്ക് ഡൊമെയിൻ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആർ ഓഫ് പൈ എന്ന് പറയുന്ന വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇപ്പൊ തന്നെ നമ്മൾ എന്താണ് ഡൊമെയിൻ ഓഫ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ കമ്പോണൻസിന്റെ ഡൊമെയിൻ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഫസ്റ്റ് കമ്പോണന്റ് എന്താ, sin 2t അല്ലെ, സെക്കൻഡ് കമ്പോണന്റ് 4t, സെഡിന്റെ കമ്പോണന്റ് ഇല്ല, അപ്പൊ അത് കൺസിഡർ ചെയ്യണ്ട. ഇപ്പൊ x = sin 2t യുടെ സൈൻ ഫംഗ്ഷന്റെ നമുക്കറിയാം റേഞ്ച് ഓഫ് ഇന്റർവൽ എന്താ, -∞ to ∞. ഇനി ടിയുടെ റേഞ്ച് ഓഫ് ഇന്റർവലും -∞ to ∞. അപ്പൊ sin 2t ആൻഡ് 4t ഇത് രണ്ടിന്റെയും ഇന്റർവൽസ് നമുക്ക് എന്ത് കിട്ടി, -∞ to ∞ ആണ്. അത് കോമൺ ആണ് അല്ലെ. അപ്പൊ ഡൊമെയിൻ ഓഫ് ആർ ഓഫ് ടി ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ ആയിട്ടുള്ള എന്താണ്, -∞ to ∞ ആണ്. ഇനി ആർ ഓഫ് പൈ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് t = π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ sin 2π എന്ന് നമുക്കറിയാം sin nπ 0 ആണ്, അപ്പൊ 0 i മൈനസ് പിന്നെ 4 × t എന്ന് പറയുന്നത് π 4π, അത് j ആണ്, അപ്പൊ -4πj. Find the domain of R of t where R of t is cos pi t I minus ln tj, ln natural logarithm plus √t - 4k. എങ്ങനെയാണ് അപ്പൊ ഡൊമെയിൻ ഓഫ് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ആർ ഓഫ് ടിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്, cos pi t, ln t ആൻഡ് √t - 4. അപ്പൊ നമുക്ക് ആർ ഓഫ് ടിയുടെ ഡൊമെയിൻ കാണണമെങ്കിൽ ഫസ്റ്റ് ഈ 3 കമ്പോണൻസിന്റെ ഡൊമെയിൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ ഡൊമെയിൻ ഓഫ് cos pi t, cos ഫംഗ്ഷന്റെ -∞ to ∞ ആണ്. ഇനി നാച്ചുറൽ ലോഗരിതം നമുക്കറിയാം 0 > 0 എടുക്കാം, 0 to ∞. ആൻഡ് ഡൊമെയിൻ ഓഫ് √t - 4, അപ്പൊ റൂട്ടിന്റെ ഉള്ളിലെ വാല്യൂ t - 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. t - 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ -4 അല്ല കൊടുത്തിരിക്കുന്നത്, t - 4, അപ്പൊ +4 രണ്ട് സൈഡിലും ചെയ്യാം, LHS and RHS. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, t - 4 + 4 എന്താ t, അപ്പുറത്ത് RHS എന്താ വരിക 0 + 4 അതായത് 4. അപ്പൊ t should be greater than or equal to 4 എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട് അല്ലെ. അതായത് t should be greater than or equal to 4 എന്ന് പറഞ്ഞാൽ 4 to ∞ ആണ് റേഞ്ച് വരുന്നത്, ഡൊമെയിൻ വരുന്നത്. അപ്പൊ ഡൊമെയിൻ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഈ റേഞ്ചസിന്റെ എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അതായത് 4 to ∞. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ln + t - 1 e raised to t √t. 3 കമ്പോണൻസ് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് ഡൊമെയിൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഡൊമെയിൻ ഓഫ് ln t - 1 എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ പോലെ തന്നെ t - 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. നാച്ചുറൽ ലോഗരിതം എന്ന് പറയുമ്പോൾ എഗെയിൻ നമ്മൾ ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ t - 1 ഗ്രേറ്റർ ദാൻ 0 പറയുമ്പോൾ രണ്ട് സ്ഥലത്തും +1 ചെയ്യാം, അപ്പൊ t greater than 1 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടും. നെക്സ്റ്റ് വൺ, ഡൊമെയിൻ ഓഫ് e raised to t. ഇപ്പൊ e raised to t എന്ന് പറഞ്ഞ എക്സ്പോണൻഷ്യൽ എന്താ, -∞ to ∞ ഡൊമെയിൻ.
ഡൊമൈൻ ഓഫ് റൂട്ട് ടി എന്ന് പറയുന്നത് എഗെയിൻ റൂട്ടിനുള്ളിലെ വാല്യൂ സോ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പൊ 0 to ഇൻഫിനിറ്റി. ലാസ്റ്റ് ഇത് എല്ലാത്തിന്റെയും ഇന്റർസെക്ഷൻ, അതായത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഡൊമൈൻ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ ഈ റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ 0 ഗ്രേറ്റർ ദാൻ 1 to ഇൻഫിനിറ്റി 0 to ഇൻഫിനിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യുക. അതായത് ഏത് 0 to 1 or 1 to ഇൻഫിനിറ്റി രണ്ടിന്റെയും റേഞ്ചസ് വേണമെങ്കിൽ പെടാം. നെക്സ്റ്റ് വൺ കാൽക്കുലസ് ഓഫ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻസ്. ഇപ്പൊ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി എല്ലാം കൺസിഡറേഷനിൽ വരും അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ ലിമിറ്റ്സ്. സോ നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി കമ്പോണൻസ് ആയിട്ട്. then limit t tends to a r of t is equal to എന്ത് ചെയ്യണം? ആ ലിമിറ്റ്സിനെ ഓരോ കമ്പോണൻസിലേക്ക് നമ്മൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് t tends to ഇൻഫിനിറ്റി അല്ല, ലിമിറ്റ് t tends to a f of t, ലിമിറ്റ് t tends to a g of t, ലിമിറ്റ് t tends to a h of t. മൂന്ന് ഫംഗ്ഷൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പ്രൊവൈഡഡ് ദ ലിമിറ്റ്സ് ഓഫ് ഓൾ കമ്പോണൻസ് എക്സിസ്റ്റ്. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ? ഈ പറയുന്ന മൂന്ന് കമ്പോണൻസ് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി വേർ ലിമിറ്റ് ടി ടെൻസ് ടു എ എന്ന് പറയുന്ന ഓരോ ഫംഗ്ഷന്റെയും ലിമിറ്റ്സ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫൈനൽ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ കണ്ടിന്യൂറ്റി. ആർ ഓഫ് ടി ഇസ് കണ്ടിന്യൂസ് വെൻ എഫ് ജി എച്ച് ആർ കണ്ടിന്യൂസ്. എഗെയിൻ ലിമിറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്താ പറഞ്ഞത്? എഫ് ജി എച്ച് ആ പറഞ്ഞ ലിമിറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം, എന്നാലേ ആർ ഓഫ് ടി ആ പറഞ്ഞ ലിമിറ്റിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ കണ്ടിന്യൂറ്റി, അതായത് കണ്ടിന്യൂസ് ആയിരിക്കണം, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കമ്പോണൻസ് എഫ് ജി എച്ചും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ഇ റേസ് ടു ടി ജി മൈനസ് 2 കോസ് പൈ ടി. ഐ ജെ കെ കമ്പോണൻസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി. അപ്പൊ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ കമ്പോണൻസിലേക്കും ഈ പറഞ്ഞ ലിമിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ഇ റേസ് ടു ടി ജെ മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 2 കോസ് പൈ ടി കെ. ലിമിറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഓരോ കമ്പോണൻസും. ഇനി അതിൽ ടി ടെൻസ് ടു 0, അതായത് ടി എന്ന് പറയുന്ന വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ടി സ്ക്വയറിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 0 ആയി കിട്ടി. നെക്സ്റ്റ് വൺ, ഇ റേസ് ടു ടിയിൽ ടി കൂടി 0 കൊടുത്താൽ എന്താ? ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇപ്പൊ ഈ ടേം സെക്കൻഡ് ടേം നമുക്ക് 1 ജെ കിട്ടും. ആൻഡ് ലാസ്റ്റ് ടേം കോസ് പൈ ടിയിൽ ടിക്ക് നമ്മൾ ഇതേപോലെ 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 എന്താ? 1 ആണ്. അപ്പൊ ഓൾറെഡി ഇവിടെ -2 into 1, അപ്പൊ -2k കിട്ടും. അപ്പൊ ഫൈനൽ വാല്യൂ എന്താ? j minus 2k. I component ഇല്ല. സെക്കൻഡ് വൺ, ഫൈൻഡ് ലിമിറ്റ് t tends to infinity tq plus 1 by 4 tq plus 2, 1 by t. അപ്പൊ ഓരോന്നിലും ലിമിറ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ്, ലിമിറ്റ് t tends to infinity tq plus 1 by, again സെയിം ആ ഫസ്റ്റ് നമ്മൾ ലിമിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എപ്പോഴും ഈ t tends to ഇൻഫിനിറ്റിയിൽ നമ്മൾ ഡിനോമിനേറ്റർ ടി ആയി കഴിഞ്ഞാൽ ടിക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 by ഇൻഫിനിറ്റി എന്താ? 0 ആണെന്ന് നമുക്കറിയാം, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 by ഇൻഫിനിറ്റി വരുന്ന ടേംസ് പോലെ ഇവിടെ ചെയ്യാം ആദ്യം. അതായത് ഹയസ്റ്റ് ഫാക്ടർ, അതായത് ടി റേസ് ടു ഹയസ്റ്റ് ഫാക്ടർ ഉള്ളത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക ബ്രാക്കറ്റിൽ നിന്ന്. അപ്പൊ ടി ക്യൂബ് അല്ലേ ഇവിടെ ഹയസ്റ്റ് ഫാക്ടർ ഉള്ളത്. അപ്പൊ അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ടി ക്യൂബ് ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? 1 പ്ലസ് 1ന്റെ അവിടെ ടി ക്യൂബ് ഉണ്ടായിരുന്നില്ല, അപ്പൊ 1 by ടി ക്യൂബ് കോമ്പൻസേറ്റ് ഡിവൈഡഡ് ബൈ, എഗെയിൻ താഴെ നമ്മൾ ടി ക്യൂബ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ടി ക്യൂബ് ഇൻറ്റു ബ്രാക്കറ്റിൽ 4 പ്ലസ് 2 by ടി ക്യൂബ് വരും. ഓക്കെ, ഇനി ടി ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഇവിടെ 1 by ടിയിൽ ടി ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ നമ്മൾ ടി ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ 1 by ഇൻഫിനിറ്റി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് വാല്യൂ എന്താ വരിക? ഈ ടി ക്യൂബ് ആൻഡ് ടി ക്യൂബ് ക്യാൻസൽ ആയിപ്പോ. ഇനി അടുത്ത എന്താ വരിക? 4 പ്ലസ് 2 by ടി ക്യൂബില് ഈ താഴത്തെ ഡിനോമിനേറ്ററിൽ ടി വരുന്നതിന് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ 1 by ഇൻഫിനിറ്റി എന്താവും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ 1 plus 0 വരും മുകളില്, താഴെ 4 plus 0 വരും. അതായത് 1 by 4, 1 by ഇൻഫിനിറ്റി 0 നമുക്കറിയാം. അപ്പൊ 1 by 4, 0. അതായത് I കമ്പോണന്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. 1 by 4 I. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ലിമിറ്റ് t tends to 0 2t, sin t by t. ഇവിടെ ലിമിറ്റ് t tends to 0 2t, നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ
ലിമിറ്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഓരോ കമ്പോണന്റിലേക്ക്. എന്നിട്ട് ടി ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു 0 എന്ന് ഇവിടെ സൈൻ ടി ബൈ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈൻ 0 ബൈ ടി 0, അതായത് 0/0 ഫോം വരും അല്ലെ. അപ്പൊ സൈൻ 0, അതായത് ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ എന്താ വരിക, സൈൻ 0, അത് 0 ആണ്. ഇനി ടി ഈക്വൽ ടു 0 താഴെ കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ 0/0 ഫോം വന്നു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തിട്ട് വേണം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പൊ എന്ത് ചെയ്യണം, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക കോസ് ടി, ആൻഡ് ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ കോസ് ടി ബൈ 1 എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ കോസ് 0, നെക്സ്റ്റ് സ്റ്റെപ്പില് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, താഴെ ഓൾറെഡി 1 ആണ്. അപ്പൊ 0, 1, അതായത് ജെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. Fourth question, find limit t tends to 0, e raised to 2t plus 5, t square minus 2t minus 3, 1 by t. So I, j, k മൂന്ന് ഫംഗ്ഷൻ കമ്പോണൻസും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം e raised to 2t plus 5, t square minus 2t minus 3 t equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, t equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 1 plus 5 എത്രയാണ്, 6. അപ്പൊ ഫസ്റ്റ് കമ്പോണന്റ് 6 നമുക്ക് കിട്ടി. നെക്സ്റ്റ് t equal to 0 സെക്കൻഡ് കമ്പോണന്റിൽ കൊടുക്കുക, 0 minus 0 minus 3, അതായത് -3 നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് വണ്ണിൽ 1 by t, അവിടെ t equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇൻഫിനിറ്റി ആണ് വരുന്നത്. അതായത് ആ ഒരു ടേം, അതായത് 1 by t ലിമിറ്റ് t tends to 0, 1 by t എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ലിമിറ്റ് പറഞ്ഞ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആർ ഓഫ് ടിയുടെ. ഓക്കെ, അറ്റ് t tends to 0. നെക്സ്റ്റ്, ഡിറ്റർമിൻ വെദർ ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് t equal to 0. നമുക്ക് ആർ ഓഫ് ടി കണ്ടിന്യൂസ് ആണോ അല്ലയോ t equal to 0 ചെക്ക് ചെയ്യണം, കണ്ടിന്യൂറ്റി. ആർ ഓഫ് ടി ഈക്വൽ ടു തന്നിരിക്കുന്നത് എന്താ, 3 sin t plus 3t j. ഇതിൽ ഈച്ച് ഓഫ് ദ കമ്പോണൻസ്, അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പൊ ലിമിറ്റ്സിലാണെങ്കിലും കണ്ടിന്യൂറ്റിയിലാണെങ്കിലും ഓരോ കമ്പോണൻസും കറസ്പോണ്ടിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ഹോൾ ഫംഗ്ഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അത് ലിമിറ്റ്സ് ആണെങ്കിലും കണ്ടിന്യൂറ്റി ആണെങ്കിലും. അപ്പൊ ഈച്ച് ഓഫ് ദ കമ്പോണൻസ് ആർ കണ്ടിന്യൂസ് എവ്രിവെയർ. ഇപ്പൊ സൈൻ ടി, സൈൻ തീറ്റ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പിന്നെ 3t എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എല്ലാവരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് t tends to 0 കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ ലിമിറ്റ് t tends to 0 എന്ന് പറയുന്ന ആർ ഓഫ് ടി അത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഓരോ കമ്പോണൻസിലും ലിമിറ്റ് t tends to 0 കൊടുക്കാം. ലിമിറ്റ് t tends to 0 3 sin t i പ്ലസ് ലിമിറ്റ് t tends to 0 3t j. d equal to 0 എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 3 sin 0, sin 0 0 ആണ് നമുക്കറിയാം. ഇനി 3t യിൽ t equal to 0 കൊടുത്തു കഴിഞ്ഞാൽ again 0 തന്നെ കിട്ടുക. അപ്പൊ നമുക്ക് 0i plus 0j equal to r of 0, അതായത് കറക്റ്റ് t equal to 0 r of 0 നമുക്ക് i j ഒറിജിൻ ആ വാല്യൂ 0 തന്നെ കിട്ടി. അപ്പൊ ഇവിടെ r of t എന്ന് പറയുന്നത് എന്താണ്, t equal to 0 കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ വെദർ r of t is equal to t square i plus cos tj plus tk plus continuous at t equal to 0. സെയിം ഇവിടെ r of t ഡിഫറെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ലിമിറ്റ് t tends to 0 r of t കണ്ടുപിടിക്കാം. ഓരോ കമ്പോണന്റിലും ലിമിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ലിമിറ്റിൽ എന്നിട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലിമിറ്റ് t tends to 0 t square i എന്താ വരാം, 0 i. ലിമിറ്റ് t tends to 0 cos t by tj എന്താ വരാം, ഇവിടെ cos t. അപ്പൊ ഓരോ ഫംഗ്ഷനും സെപ്പറേറ്റ് നോക്കാം. അപ്പൊ cos t by t എന്ന് പറയുന്നത് cos 0 by t, ഇവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഇൻഫിനിറ്റി ആണ് വരുന്നത് അല്ലെ. അപ്പൊ അത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, കാരണം cos t by t എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല at t equal to 0. ആ കണ്ടീഷൻ ഓർക്കുക. ലിമിറ്റ് t tends to 0 cos t by t എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് നമുക്ക് r of t എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. നെക്സ്റ്റ് ഒരു തിയറം ശ്രദ്ധിക്കാം. ഇഫ് r of t is equal to x of t plus x of t i plus y of t j plus z of t k, then r dash of t, ഈ r dash എന്ന് പറയുന്നത് നമ്മൾ ഡെറിവേറ്റീവിനെ വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ ആണ് r dash എന്ന് പറയുന്നത്, അല്ലെങ്കിൽ dr by dt പറയുന്ന പോലെ തന്നെ. അപ്പൊ r dash of t എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ ഓരോ കമ്പോണൻസിനെയും വിത്ത് റെസ്പെക്ട് ടു ടി സെപ്പറേറ്റ് ഡെറിവേഷൻ ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലിമിറ്റ്സും കണ്ടിന്യൂറ്റി ചെയ്ത പോലെ തന്നെ ഡെറിവേഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പൊ ഫൈൻഡ്, അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് r dash of t where r of t is equal to t square i plus e raised to t j minus 2 cos pi t k. r dash of t നമുക്കറിയാം, ഓരോ ടേമിന്റെയും ഡെറിവേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, nx raised to n minus t raised to n ന്റെ nt raised to n minus 1 അല്ല. അപ്പൊ
2 into t raised to 2 minus 1 is 2t. Second term 2t into I ആണ് first term. Second term e raised to t തന്നെ. നമുക്കറിയാം ഡെറിവേറ്റീവ് e raised to t എന്താ? e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. e raised to t j plus നെക്സ്റ്റ് minus 2 cos pi t k ആണ്. നമുക്കറിയാം cos pi ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ് അല്ലെ. ഇനി അത് മാത്രമല്ല പൈ എന്ന് പറയുന്ന ടേം n തീറ്റ ആണെങ്കിൽ n എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അപ്പൊ ഇവിടെ മൈനസ് 2 π സൈൻ പൈ ആണ് വരിക. ബട്ട് ഓൾറെഡി ഇവിടെ പ്രീവിയസ് ഒരു മൈനസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മൈനസും ഈ മൈനസും കൂടി ഇവിടെ എന്തായി പ്ലസ് ആയി. ഓക്കെ, അപ്പൊ പ്ലസ് 2 π സൈൻ പൈ ടി കെ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് r dash of t where r of t is equal to 4i minus cos t j. നമുക്കറിയാം r dash of t എന്ന് പറയുന്നത് ജസ്റ്റ് ഓരോന്നിന്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. 4i എന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, അപ്പൊ i ടേം ഇല്ല. ഇനി മൈനസ് കോസ്റ്റിയുടെ എന്താ നമുക്കറിയാം മൈനസ് സൈൻ ടി ആണ്. മൈനസ് മൈനസ് ക്യാൻസൽ ആവും, പ്ലസ് ആവും. അപ്പൊ സൈൻ ടി ജെ. ഇനി ഇപ്പൊ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു, ഓരോ കമ്പോണൻസിനും ഡെറിവേഷൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതേപോലെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് വെക്ടർ വാല്യൂ ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതേപോലെ വിത്തിൻ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിൽ നമുക്ക് ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സെയിം ഓരോ കമ്പോണൻസിനും ആ സെയിം ഇന്റർവെൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ if r of t is equal to x of t I plus y of t j plus z of t k, then integral a to b r of t dt is equal to ഓരോ കമ്പോണൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഈ ഇന്റഗ്രൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇന്റഗ്രൽ a to b x of t dt I plus ഇന്റഗ്രൽ a to b y of t dt j plus ഇന്റഗ്രൽ a to b z of t dt k. ഇനി ഇതിനെ ബേസ് ചെയ്ത് ജസ്റ്റ് ഒരു പ്രോബ്ലംസ് നോക്കാം. First one, evaluate integral 0 to 1 r of t dt where r of t is equal to t square I plus e raised to tj minus 2 cos phi t k. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് ചില പ്രോബ്ലംസിൽ കോമൺ ആയിട്ടുള്ള നൊട്ടേഷൻസ് ഇന്റർവൽസ് ആയിട്ട് തന്നിട്ടുണ്ട്, എ ടു ബി അങ്ങനെ 0 to t അങ്ങനെ. അല്ലെങ്കിൽ ചിലത് സ്പെസിഫൈ ചെയ്തിട്ട് കറക്റ്റ് വാല്യൂസ് ആയിരിക്കും തന്നിട്ടുണ്ടാവും. ഇവിടെ ഇന്റഗ്രൽ 0 to 1 r of t dt ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആർ എഫ് ടി എന്താന്ന് വന്നിരിക്കുന്നത്, അത് ആദ്യം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കമ്പോണൻസിനും ഈ പറഞ്ഞ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ 0 to 1, ഫസ്റ്റ് ടേം എന്താ ടി സ്ക്വയർ ആണ്, സെക്കൻഡ് ടേം ഇ റേസ് ടു ടി ആൻഡ് തേർഡ് ടേം മൈനസ് 2 കോസ് ഫൈ ടി. ഓക്കെ, ഓരോന്നും ഇന്റഗ്രൽ ഡെറിവേഷൻ അല്ല ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ, ടി റേസ് ടു എന്നിന്റെ ടി റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പൊ ഇവിടെ ടി ക്യൂബ് ബൈ 3 കിട്ടും നമുക്ക്. നെക്സ്റ്റ് വൺ, ഇ റേസ് ടു ടിയുടെ നമുക്കറിയാം ഇ റേസ് ടു ടി തന്നെയാണ് വരിക. ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ടി ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, എപ്പോഴും ഇങ്ങനെ തന്നെ മെൻഷൻ ചെയ്യണം 0 to 1 എന്നുള്ളത്, അല്ലെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മറന്നു പോകും. ഇ റേസ് ടു ടി അഗൈൻ വിത്തിൻ ദ ലിമിറ്റ് 0 to 1 ജെ മൈനസ് ലാസ്റ്റ് വൺ എന്താ കോസിന്റെ ഇന്റഗ്രൽ എന്താ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, ഇന്റഗ്രൽ പ്ലസ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കോസ് പൈ ടിയുടെ എന്താ വരിക സൈൻ പൈ ടി ഡിവൈഡഡ് ബൈ പൈ ആണ്. മൈനസ് അങ്ങനെ തന്നെ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പൊ ആ മൈനസ് തന്നെ ഇവിടെ എഴുതി 2 സൈൻ പൈ ടി ബൈ പൈ വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ 0 to 1 നമുക്കറിയാം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പൊ ടി ക്യൂബ് ബൈ 3, അപ്പൊ 1/3 എടുത്തു കഴിഞ്ഞാൽ ടി ക്യൂബിന്റെ അവിടെ 1 ക്യൂബ് എന്നാൽ എന്താ 1 മൈനസ് 0 ക്യൂബ് നമുക്ക് 0, 1 മൈനസ് 0 എന്താ 1. അപ്പൊ 1/3 ആണ് ഇവിടെ വരിക, 1/3 I. സെക്കൻഡ് വൺ ഇ റേസ് ടു ടിയിൽ t1 കൊടുത്ത ഇ റേസ് ടു 1, അതായത് ഇ കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് എന്താ ഇ റേസ് ടു 0 പറയുന്നത് 1 ആണ്. അപ്പൊ ഇ മൈനസ് 1 ജെ ആണ് ഇവിടെ സെക്കൻഡ് ടേം കിട്ടുക. ഇനി ലാസ്റ്റ് വൺ സൈൻ പൈ ടിയിൽ ടി കൊണ്ട് 1 കൊടുത്ത സൈൻ പൈ സൈൻ എൻ ബൈ 0 നമുക്കറിയാം, അപ്പൊ 0 മൈനസ് ലോവർ ലിമിറ്റ് ടി കൊണ്ട് 0 കൊടുത്തു, അപ്പൊ സൈൻ 0 അതും 0. അപ്പൊ കെ കമ്പോണന്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഐ ആൻഡ് ജെ കമ്പോണൻസ് ഉണ്ടാവും. അതായത് ഫൈനൽ വാല്യൂ എന്താ വരിക 1/3 I plus E minus 1 into J. Next one, evaluate 2ti plus 3t square J. ഇത് ലിമിറ്റ്സ് ഒന്നും തന്നിട്ടില്ല അല്ലെ, ഏത് ഇന്റർവെൽ ഇന്റഗ്രേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും തന്നിട്ടില്ല. കോമൺ ആയിട്ട് ജസ്റ്റ് ഇന്റഗ്രൽ തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ 2t ഫസ്റ്റ് എക്സും ഐയും ജെ, അതായത് എക്സ് ആൻഡ് വൈ കമ്പോണൻസ് തന്നിട്ടുണ്ട്, സെഡ് കമ്പോണന്റ് ഇല്ല. നമ്മൾ ഇന്റഗ്രൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ആസ് യൂഷ്വൽ. അപ്പൊ ഫസ്റ്റ് 2t ഇന്റഗ്രേറ്റ് ചെയ്യുക, സെക്കൻഡ് 3t സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുക.
അപ്പൊ ഇന്റഗ്രൽ ലിമിറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം വാല്യൂസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ നോർമൽ ഇന്റഗ്രേഷനിൽ നമ്മൾ എപ്പോഴും ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് എപ്പോഴും ആഡ് ചെയ്ത് എഴുതുക. ആ കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ടാവും. അത് പിന്നീടുള്ള പ്രോബ്ലംസിൽ ഇതേപോലെ ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ അങ്ങനെയൊക്കെ തന്നിട്ട് ചോദിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒക്കെ നമുക്ക് ഈ കോൺസ്റ്റൻസിന്റെ വാല്യൂസ്, ചില ഇൻഫർമേഷൻ തന്നിട്ട് ഈ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഗെയിൻ ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അറ്റ് പ്രസന്റ് നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് വൺ 2t ഇന്റഗ്രേഷൻ പറയുന്നത് എന്താ? 2 ഇൻറ്റു ടിയുടെ എന്താണ്? t²/2 പ്ലസ് ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുക, c1 ഇൻറ്റു i പ്ലസ് 3 ഇൻറ്റു അഗെയിൻ 3t². t²ന്റെ ഇന്റഗ്രൽ എന്താ? t³ 3 പ്ലസ് c2 ഇൻറ്റു j. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത് കൊണ്ട് സെപ്പറേറ്റ് കോൺസ്റ്റൻസ് ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇനി 2 ക്യാൻസൽ ആയി. ഫസ്റ്റ് ഇതിൽ 2 ക്യാൻസൽ ആയി, സെക്കൻഡ് ഇതിൽ 3 ക്യാൻസൽ ആയി. അപ്പൊ ഇതില് c1 ആൻഡ് c2, c1 i ഉണ്ട്, c2 j ഉണ്ട്, പിന്നെന്താ? t² i t³ j. അപ്പൊ t² i പ്ലസ് t³ j പ്ലസ് c1 i പ്ലസ് c2 j. ഈ c1 i c2 j എന്ന് പറയുന്നത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് c എന്ന് പറയുന്നിട്ട് ഡിനോട്ട് ചെയ്യാം. ബാക്കി കമ്പോണൻസ് t² i പ്ലസ് t³ j പ്ലസ് c. Now last topic, dot product or scalar product and cross product. അപ്പൊ നമ്മൾ വെക്ടേഴ്സിനെ എപ്പോഴും കാൽക്കുലസിൽ എപ്പോഴും നമുക്ക് ഈ ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്ട്സ് ആവശ്യം വരും. ഈ ഡോട്ട് പ്രോഡക്റ്റ് ഓർ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്കേലാർ പേരിൽ തന്നെ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യണം. വെക്ടർ പ്രോഡക്റ്റിന്, ക്രോസ് പ്രോഡക്റ്റിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം അല്ലെ? അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റിൽ ഇഫ് a and b are two vectors in 3D space such that a equal to a1i plus a2j plus a3k and b equal to b1i plus b2j plus b3k, then their dot product, അതായത് a dot b എന്ന് പറയുന്നത് എന്താ? a1 b1 plus a2 b2 plus a3 b3, അതായത് i dot i ടേംസ്. ഓക്കെ, അതാണ് നമുക്ക് വരിക. ബാക്കിയെല്ലാം ക്യാൻസൽ ആയി. i dot j, i dot k അതെല്ലാം ക്യാൻസൽ ആയി. അപ്പൊ a1 b1 എന്ന് പറയുന്നത് i dot i പ്രോഡക്ട്സ് അല്ലെ? j dot j, k dot k അതിന്റെ കോഎഫിഷ്യൻസിന്റെ സമാണ് വരും. അപ്പൊ a1 b1 plus a2 b2 plus a3 b3, ഇതാണ് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് വരും. നെക്സ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് a ക്രോസ് b. ഇതിൽ നമ്മൾ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. i j k താഴെ കോഎഫിഷ്യൻസ് കറസ്പോണ്ടിങ് ചെയ്ത a1 a2 a3 b1 b2 b3. അതിന് നമുക്ക് ഈ ഡിറ്റർമിനന്റിനെ എന്ത് ചെയ്യണം? സാധാരണ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കില്ല, എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കുക, ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സ്കെയിലാർ ആണെങ്കിൽ വാല്യൂ കിട്ടും, മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടും. പക്ഷെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് വിത്ത് ഡയറക്ഷൻ ആണ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയി? താങ്ക് യു.